നാടിന്റെ ധൈര്യം. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധം. അജണ്ടകൾ ചർച്ച ചെയ്യാതെ യോഗം പിരിച്ചുവിട്ടു. വടക്കാഞ്ചേരി ചേപ്പലക്കാട് ഭാഗത്ത് കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷി തുടരാനാകാത്ത അവസ്ഥയെന്ന് കർഷകർ. RRT ടീമിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും ആരോപണം. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ സർവീസ് റോഡ് ഇടിഞ്ഞു. കോതപറമ്പ് സെന്ററിന് സമീപമാണ് റോഡ് നെടുകെ പിളർന്നത്. സുരക്ഷിത യാത്ര ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ. തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിലെ ജീവനക്കാർക്ക് അമിത ജോലി ഭാരമെന്ന് പരാതി. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാതെ അധികൃതർ. ജീവനക്കാർക്ക് ഓണം ബോണസ് ലഭിച്ചില്ലെന്നും ആക്ഷേപം. വാർത്തകൾ വിശദമായി. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ ആരോപണ വിധേയരായ 4 പോലീസുകാരെ പുറത്താക്കുന്നതിനുള്ള കോൺഗ്രസിന്റെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതാണ് ബഹളത്തിന് ഇടയാക്കിയത്. കോൺഗ്രസ് കൌൺസിലർമാരായ ബിജു സി ബേബി, ഷാജി ആലിക്കൽ എന്നിവരാണ് പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടിയത്. അനുമതി നിഷേധിച്ചതോടെ പ്രതിഷേധം ശക്തമായി. ഇതോടെ അജണ്ടകൾ ചർച്ച ചെയ്യാനാകാതെ യോഗം പിരിച്ചുവിട്ടു. എന്നാൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 7 ദിവസത്തിന് മുൻപ് സമർപ്പിക്കുന്ന അജണ്ടകൾ മാത്രമേ ചർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂവെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. തുടർച്ചയായി 2ാം ദിവസമാണ് മേഖലയിൽ കാട്ടാനകൾ എത്തുന്നത്. 15ാം ഡിവിഷനിലെ ചേപ്പലക്കാട് ഭാഗത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. റബ്ബർ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾ ആനപ്പേടി കാരണം ജോലി ചെയ്യാതെ മടങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം 17ാം ഡിവിഷനിലെ മങ്കര ലക്ഷ്മിയുടെ ഉന്നതിക്ക് സമീപവും കാട്ടാനകൾ എത്തിയിരുന്നു. കൃഷി ചെയ്യാനാകാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. അതേസമയം റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. പുലിഭീതി ഒഴിയാതെ പാലപ്പിള്ളി മേഖല. കഴിഞ്ഞ ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. വനമേഖലയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ തുടർച്ചയായി പുലിയാക്രമണം ഉണ്ടാകുന്നത് മൂലം പ്രദേശവാസികൾ ഭീതിയിലാണ്. മേഖലയിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണം എന്ന ആവശ്യത്തോട് വനം വകുപ്പ് മുഖം തിരിക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണു. ദേശീയപാത 66-ൽ കോതപറമ്പ് സെന്ററിന് സമീപമാണ് സർവീസ് റോഡ് നെടുകെ പിളർന്നത്. ഗതാഗത തിരക്കേറിയ റോഡിന്റെ പകുതിയോളം ഭാഗം ഇടിഞ്ഞ നിലയിലാണ്. യന്ത്രസഹായത്തോടെ മണ്ണെടുത്തതിനെ തുടർന്നാണ് റോഡ് തകർന്നത്. ഭാരം കയറ്റിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കടന്നുപോകുന്ന റോഡ് ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സർവീസ് റോഡ് പൊളിഞ്ഞാടിയ അവസ്ഥയിലാണ്. വളരെ ചെറിയൊരു ഗ്യാപ്പിലൂടെയാണ് വാഹനങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടാണ് ഇവിടെ പണി മുന്നേറുന്നുണ്ടെങ്കിൽ തന്നെ പുതിയ റോഡിൻ്റെ സൈഡടക്കം ഇടിഞ്ഞു വീണ അവസ്ഥയിലാണുള്ളത്. കോതമയെ സംബന്ധിച്ചോളം വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലം കൂടിയാണ്. പക്ഷെ അവിടെ വാഹനങ്ങൾക്ക് പോകാൻ ഒരു സൗകര്യവും ഇവിടെ ഒരുക്കാതെയാണ് ഇങ്ങനെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട്. കാരണം ഒരു വാഹനം കാണുന്ന സൈഡിലേക്ക് മറിഞ്ഞു പോയാൽ വളരെ അപകടമാണ് അവിടുത്തെ അവസ്ഥ. ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് വളരെ ആശങ്കയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികൃതർ ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് അധികാരികളോട് നമ്മൾ അറിയിക്കുകയാണ്. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാത്തതിനാൽ തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിലെ ജീവനക്കാർക്ക് അമിത ജോലി ഭാരമെന്ന് പരാതി. ജീവനക്കാർക്ക് ഓണം ബോണസ് ലഭിച്ചില്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. 12 വർഷമായി രഞ്ജിനി DTPCയിൽ ജോലി നോക്കുന്നു. ഇപ്പോൾ ഏനമാവ് നെഹ്റു പാർക്കിലെ കെയർ ടേക്കറുടെ ചുമതലയാണ്. ഒരു കൗണ്ടർ സ്റ്റാഫും ക്ലീനിംഗ് ചെയ്യാനുള്ള ആളും സെക്യൂരിറ്റിയും മാത്രമാണ് ഇവിടെയുള്ളത്. ഉണ്ടായിരുന്ന കൗണ്ടർ സ്റ്റാഫ് ട്രെയിനി കഴിഞ്ഞ മാസം അവസാനം ജോലി നിർത്തിപ്പോയി. പകരം ആളെ എടുത്തിരുന്നുവെങ്കിലും പാർക്കിൽ നിയമിച്ചിരുന്നില്ല. ജോലി തിരക്കിനിടയിൽ ഏതാനും ദിവസമായി പുറംവേദന കലശലായതോടെ ഡോക്ടറെ കാണാൻ പോകണമെന്ന് രഞ്ജിനി മേലധികാരികളെ അറിയിച്ചിരുന്നു. എന്നാൽ പകരം ആളെ വയ്ക്കാൻ തയ്യാറായില്ല. ഇതോടെ ഡോക്ടറെ കാണാൻ പോകുന്നത് ഉപേക്ഷിച്ച് വേദന സഹിച്ചാണ് ജോലി തുടരുന്നതെന്ന് രഞ്ജിനി പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ എനിക്ക് സുഖമില്ലാണ്ടായിട്ട് കുറച്ച് ദിവസമായി. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1-ാം തീയതി മുതൽ ഇവിടെ വേറെ ജീവനക്കാരില്ല കൗണ്ടറിൽ.
അപ്പോൾ 10-ാം തീയതി ഇവിടേക്കുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ളതാണ്, കൗണ്ടർ സ്റ്റാഫിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ ഒരാളെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1-ാം തീയതി തൊട്ട് ഞാൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ എനിക്കാണെങ്കിൽ ശരിക്കും ചെയറിൽ പോലും ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ബാക്ക് പെയിൻ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇന്ന് ഇരിക്കുന്നത്. ജീവനക്കാരുടെ കുറവ് മൂലം തൃശൂരിലെ DTPCക്ക് കീഴിലുള്ളവർക്ക് അധിക ജോലി ഭാരമാണെന്ന് ഇവർ പറയുന്നു. ഇതുമൂലം 8 മണിക്കൂറിന് പകരം 11.5 മണിക്കൂർ ജോലി ചെയ്യേണ്ട സാഹചര്യമാണ്. ഒരു മാസത്തെ ശമ്പളം DTPC ജീവനക്കാർക്ക് ബോണസായി നൽകുമെന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയെങ്കിലും താനടക്കം തൃശൂരിലുള്ളവർക്ക് മാത്രം ബോണസ് ലഭിച്ചില്ലെന്നും രഞ്ജിനി ആരോപിച്ചു. TCV ന്യൂസ്, പാവറട്ടി. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ചെമ്പൂത്രയിൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിർത്തിയിട്ട മിനി ലോറിക്ക് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ചുകയറി ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കൊള്ളന്നൂർ തറയിൽ ഫ്രാൻസിസിന്റെ മകൻ 46 വയസ്സുള്ള ടോണിയാണ് മരിച്ചത്. പീച്ചിയിൽ പത്രക്കെട്ടുകൾ ഇറക്കി തിരിച്ച് തൃശൂരിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. പട്ടിക്കാട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് മിനി ലോറിക്ക് പുറകിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ ലോറിയുടെ അടിയിൽ അകപ്പെട്ടു. പീച്ചി പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ഡ്രൈവർ ഓട്ടോറിക്ഷയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അപ്പോഴേക്കും ഇയാൾ മരണപ്പെട്ടിരുന്നു. 1 മണിക്കൂറോളം ഡ്രൈവർ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നു. പുതുക്കി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക പുതുക്കി പ്രസിദ്ധീകരിച്ചപ്പോൾ തെക്കുംകര പഞ്ചായത്തിലെ 16-ാം വാർഡ് പനങ്ങാട്ടുകരയിൽ ക്രമക്കേട് നടത്തിയതായാണ് പരാതി. 30ഓളം പേരുടെ വോട്ടുകൾ മരിച്ചുപോയവർ എന്ന നിലയിൽ ഏകപക്ഷീയമായി വെട്ടിമാറ്റിയതായി കോൺഗ്രസ് ആരോപിച്ചു. തെക്കുംകര പഞ്ചായത്തിൽ CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ വെട്ടിമാറ്റിയതായി കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. വോട്ടർ പട്ടിക പുനഃക്രമീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് നേതാക്കളായ കെ ചന്ദ്രശേഖരൻ, VR ശ്രീകാന്ത്, അഹ്സാൻ ഷെയ്ഖ്, വിജോയ് കുറ്റിക്കാടൻ എന്നിവർ അറിയിച്ചു. പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM ഭരിക്കുന്ന തെക്കുംകര പഞ്ചായത്തിൽ 16-ാം വാർഡ് പനങ്ങാട്ടുകരയിൽ വ്യാപകമായ വോട്ടർ പട്ടിക ക്രമക്കേടാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ജീവിച്ചിരിക്കുന്ന ആൾ മരണപ്പെട്ടു എന്ന രീതിയിലാണ് വ്യാപകമായി വോട്ടുകളെല്ലാം വെട്ടിച്ചുരുക്കിയിട്ടുള്ളത്. അബൂബക്കർ എന്ന ഈ വ്യക്തി അവസാന ലോക്സഭ ഇലക്ഷനിൽ വരെ വോട്ട് ചെയ്ത വ്യക്തിയാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നേരിൽ കണ്ടുകയും ചെയ്തതാണ്. എന്നാൽ ഈ മനുഷ്യൻ മരണപ്പെട്ടു എന്നുള്ള നിലയിലാണ് വോട്ടർ പട്ടിക, അവസാനഘട്ട വോട്ടർ പട്ടിക വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. ഇതുപോലെ ഏകദേശം 20ഓളം വരുന്ന വോട്ടുകൾ മരണപ്പെട്ടു എന്ന വ്യാജേനയാണ് പട്ടികയെല്ലാം വെട്ടി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2ാം ഭാഗം 648 ക്രമനമ്പർ 600. ഗുരുവായൂർ നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ച് LDF തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി UDF ആരോപിച്ചു. ഇത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർമാരായ KPA റഷീദ്, BV ജോയ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാറിന് പരാതി നൽകിയത്. വാർഡ് വിഭജനം വന്നതു മുതൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് CPM ശ്രമിക്കുന്നത് എന്ന് UDF നേതാക്കൾ ആരോപിച്ചു. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പോൾ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. ലക്ഷ്മിക്കുട്ടി
ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടു താഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC നോൺ AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. വാർത്തകളിലേക്ക് വീണ്ടും. ഇരിഞ്ഞാലക്കുട ഞവരിക്കുളത്തിൽ 60കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടുപ്പശ്ശേരി ചെതലൻ ഫ്രാൻസിസ് ആണ് മരിച്ചത്. കുളിക്കാൻ വന്നവരാണ് മൃതദേഹം കണ്ടത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. എരുമപ്പെട്ടിയിൽ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. കടങ്ങോട് റോഡിലാണ് 9 വൈദ്യുതി കാലുകൾ തകർന്നു വീണത്. മുറിച്ച മരം ദിശ മാറി വൈദ്യുതി കമ്പിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഈ പ്രദേശത്ത് ഗതാഗതവും തടസ്സപ്പെട്ടു. CCTV നെറ്റ്വർക്കിന്റെ കേബിളുകൾക്കും നാശം സംഭവിച്ചിട്ടുണ്ട്. മതിലകത്ത് യുവാവിനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതായി പരാതി. കൂളിമുട്ടം അടിപ്പറമ്പിൽ കലേഷിന്റെ ഭാര്യ ഷിതയാണ് തന്റെ ഭർത്താവിനെ മതിലകം പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതായി ആരോപിച്ച് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി, DGP, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് ഷിത പരാതി നൽകിയിട്ടുണ്ട്. പരിസരത്തെ മണൽ മാഫിയയ്ക്കെതിരെ പരാതി നൽകിയതിലുള്ള വിരോധമാണ് പോലീസിനെന്ന് കലേഷും ഷിതയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണത്തിന്റെ അവസാന തടസ്സവും നീങ്ങുന്നു. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിൽ മറുകരയായ മുനമ്പത്തെ നിയമതടസ്സങ്ങൾ പാലമെന്ന സ്വപ്നത്തിന് വിലങ്ങുതടിയായി നിൽക്കുകയായിരുന്നു. സ്വകാര്യ വ്യക്തിയും റവന്യൂ വകുപ്പും തമ്മിൽ ഹൈക്കോടതിയിൽ നിലനിന്നിരുന്ന കേസിൽ സർക്കാരിന് അനുകൂലമായ വിധി ഉണ്ടായതോടെ പാലം പണിയിലുണ്ടായിരുന്ന തടസ്സം ഒഴിയുകയാണ്. പുതിയ സാഹചര്യത്തിൽ പാലം നിർമ്മാണം കൂടുതൽ വേഗത്തിലാകുമെന്ന് ET ടൈസൺ MLA പറഞ്ഞു. നിലവിൽ അഴീക്കോട് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 90% പൂർത്തീകരിക്കുകയും പുഴയിൽ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ തുടരുകയുമാണ്. തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ MSc ഹോർട്ടിക്കൾച്ചർ പരീക്ഷയിൽ കൊടകര സ്വദേശിനിയായ വിദ്യാർത്ഥിനി ആദ്യ ഷിബു 1ാം റാങ്ക് നേടി. കൊടകര പേരാമ്പ്ര അപ്പോളോ ടയേഴ്സ് ജീവനക്കാരൻ തുരുത്തുമൽ ഷിബുവിന്റെയും മാള കാർമൽ കോളേജ് ബോട്ടണി വിഭാഗം HOD ഡോക്ടർ ബിന്ദുവിന്റെയും മകളാണ് ആദ്യ ഷിബു. ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ആദ്യ ഷിബു ഗോൾഡ് മെഡൽ ഏറ്റുവാങ്ങി. BSc ഹോർട്ടിക്കൾച്ചർ പരീക്ഷയിലും ആദ്യ ഷിബു 1ാം റാങ്ക് നേടിയിരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഭരണ തകർച്ച ആരോപിച്ച് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. തകർന്ന റോഡിൽ വാഴ വെച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം അസ്ഗർ അലി തങ്ങൾ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. NB ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മുല്ലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് PB ഗിരീഷ്, PK ഹംസക്കുട്ടി, MB സെയ്ദ് മുഹമ്മദ്, റഷീദ് മതിലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പാലരുവി എക്സ്പ്രസിനെ ചാലക്കുടിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ഭാരവാഹികൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ നിവേദനം നൽകി. ഇക്കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ബെന്നി ബെഹനാൻ MPക്കും പ്രസിഡന്റ് KM ജോസിന്റെ നേതൃത്വത്തിൽ കത്ത് നൽകി. എടത്തുരുത്തി പൈനൂർ കുഴിക്കൽ കടവ് ജലോത്സവത്തിന് കൊടിയേറി. ET ടൈസൺ MLA കൊടിയേറ്റം നിർവഹിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വാർഡ് മെമ്പർമാരായ PH ബാബു, PA ഷമീർ, KS ശ്രീരാജു, KV സലീഷ്, MC രഞ്ജിൽ, മനേഷ്, ജോഷി പുന്നപ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. 16 ചുരുളൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കും. രക്തത്തിലലിഞ്ഞൊരു ഗെയിമാണ്. ഒരു എന്താ പറയുക, നദികളും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം ഉള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇടിയഞ്ചിറ ജലോത്സവത്തിൽ നടുവിൽക്കരക്കാരൻ ബോട്ട് ക്ലബിന്റെ തട്ടകത്തമ്മ ജേതാക്കളായി. പാടൂർ യുവജന കലാസമിതിയുടെ സെയിന്റ് സെബാസ്റ്റ്യൻ 2ാം സ്ഥാനം നേടി.
മുപ്പട്ടിത്തറ ജലസംഘം ബോട്ട് ക്ലബിന്റെ ഗോതുരുത്ത് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മുരളി പെരുന്നെല്ലി MLA സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ആന്റണി, മുഹമ്മദ് ഗസാലി, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. എന്തൊരു മത്സരം, ആവേശമുള്ള സുന്ദരമായൊരു മത്സരം. മയിൽപ്പീലി വടക്കുംപുറം ശ്രീമുരുകൻ ത്തിന്റെ സോപാനത്തിലേക്ക് എന്തൊരു മത്സരം. ക്യാമറ ശ്രദ്ധിക്കുക, ഒപ്പത്തിന് ഒപ്പമുള്ള ഇഞ്ചോട് ഇഞ്ച് പൊരുതുന്ന മത്സരം. തൃശൂർ തൃപ്രയാർ റൂട്ടിൽ പള്ളിപ്പുറം മുതൽ ആലപ്പാട് വരെയുള്ള റോഡിന് ഇരുവശവും തഴച്ചു വളർന്ന് പൊന്തക്കാട്. ഗതാഗതത്തിനും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി. പള്ളിപ്പുറം മുതൽ ആലപ്പാട് വരെ പാടശേഖരത്തിന് മധ്യേയുള്ള 2 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡാണ് ഇരുവശവും പൊന്തക്കാട് വളർന്നതുമൂലം അപകട ഭീഷണി ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ഈ റോഡിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവിന് ജീവഹാനി സംഭവിച്ചിരുന്നു. ഈ റോഡിൽ അപകടങ്ങളും ജീവഹാനിയും പതിവാവുകയാണ്. മെക്കാടം ടാറിംഗ് നടത്തിയ ഈ റോഡിൽ ഇരുവശത്തു നിന്നും പുല്ലും പാഴ്ചെടികളും വളർന്ന് റോഡിന്റെ വീതി ഇല്ലാതായിരിക്കുന്നതാണ് പല അപകടങ്ങൾക്കും കാരണമാകുന്നത്. ഇരുവശത്തെയും പുല്ലും പാഴ്ചെടികളും വെട്ടി വൃത്തിയാക്കുകയാണെങ്കിൽ റോഡിന്റെ ഓരോ വശത്തും 1 മീറ്ററെങ്കിലും വീതി കൂടുതലായി ലഭിക്കും. പള്ളിപ്പുറം ആലപ്പാട് റോഡാണിത്. പൊന്തക്കാട് വളർന്നു നിൽക്കുന്ന കാരണം 2 ബസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ 2 വാഹനങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ സൈഡ് കിട്ടാൻ പറ്റാത്തൊരു അവസ്ഥയാണിത്. പിന്നെ ഈ പൊന്തക്കാട് വളർന്നു നിൽക്കുന്ന കാരണം കണ്ടമാനം വേസ്റ്റ് മാലിന്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് പലരും കൊണ്ട് തള്ളുന്നുണ്ട്. സ്ഥിരമായിട്ട് ഞങ്ങൾ കാലത്ത് നടക്കാൻ വരുന്ന വഴി കൂടിയാണ്. ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സൈഡിൽ കൂടെ നടന്നു പോകാൻ ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ ഇല്ല. പൊന്തക്കാട് വളർന്നു നിൽക്കുന്ന കാരണം ഞങ്ങൾക്ക് സൈഡ് കിട്ടണില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ആരാണെങ്കിൽ ഈ 2 സൈഡിലുള്ള പൊന്തക്കാടുകൾ നീക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഒരു നാട്ടുകാരനെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. പൊന്തക്കാട്ടിലേക്ക് പ്ലാസ്റ്റിക് കിറ്റുകളിലാക്കിയ മാലിന്യം തള്ളുന്നതും ഇവിടെ പതിവാണ്. റോഡരികിൽ നടക്കാനുള്ള സ്ഥലം മുഴുവൻ പൊന്തക്കാട് നിറഞ്ഞതുമൂലം കാൽനടക്കാരും അപകട ഭീഷണി നേരിടുകയാണ്. പാറളം, ചാഴൂർ എന്നീ പഞ്ചായത്തുകളുടെ പരിധിയിലുള്ള റോഡിന്റെ ഇരുവശവും വൃത്തിയാക്കി സുഗമമായ ഗതാഗതം സാധ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV തൃശൂർ. ചാലക്കുടിയിൽ KSRTC ബസ്സിനുള്ളിൽ യുവതിയെയും കണ്ടക്ടറെയും ഉപദ്രവിച്ച പ്രതി അറസ്റ്റിൽ. നെന്മണിക്കര ചിറ്റിശ്ശേരി സ്വദേശി കുറുപ്പുവളപ്പിൽ വീട്ടിൽ കൃഷ്ണൻകുട്ടിയെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മുന്നിലെ സീറ്റിലിരുന്ന യുവതിയെ ഉപദ്രവിച്ച പ്രതി സംഭവത്തിൽ ഇടപെട്ട കണ്ടക്ടറെയും ആക്രമിക്കുകയായിരുന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ സമ്മേളനം മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MA ഹാരിസ് ബാബു, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ്, ജില്ലാ സെക്രട്ടറി ഉഷ പ്രസന്നകുമാർ, ജില്ലാ പ്രസിഡന്റ് M ഗിരിജകുമാരി, സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത എന്നിവർ സംസാരിച്ചു. മുഖ്യമായ 2025 കേരള സംസ്ഥാന അധ്യാപക അവാർഡുകൾ നേടിയ തൃശൂർ ജില്ലയിലെ അധ്യാപകരെ ആദരിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിൽ തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ആഗ്നസ്, അയ്യന്തോൾ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകൻ TT സൈജൻ എന്നിവരെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചത്. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ ജോഫി C മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. കാടുകുറ്റി പഞ്ചായത്തിലെ കക്കാട് പാടശേഖരത്തിൽ പുല്ല് ഉണക്കുന്നതിന് മാരക കീടനാശിനി തളിച്ചതായി ആരോപണം. കക്കാട് നമ്പർ 1 പാടശേഖരത്തിലെ 3.5 ഏക്കർ സ്ഥലത്താണ് കൃഷിവകുപ്പ് നിരോധിച്ച റൗണ്ടപ്പ് എന്ന കീടനാശിനി തളിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. പ്രദേശത്തെ മുഴുവൻ പുല്ലും ഉണങ്ങിത്തുടങ്ങി. സ്വകാര്യ വ്യക്തികൾ പാട്ടത്തിന് നൽകിയിരിക്കുന്ന ഭൂമിയിൽ പച്ചക്കറി കൃഷി തുടങ്ങുന്നതിന് മുന്നോടിയായാണ് കീടനാശിനി പ്രയോഗമെന്ന് പറയുന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ കൃഷി ഓഫീസർക്ക് നൽകിയ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 29ാമത് ടാസ് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിനുള്ള 15-അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. സെപ്റ്റംബർ 20 മുതൽ 29 വരെയാണ് നാടകോത്സവം.
10 നാടക സമിതികൾ നാടകോത്സവത്തിൽ പങ്കെടുക്കും. ഗ്യാലപ്പ് പോൾ വഴിയാണ് വിധി നിർണയമെന്ന് ജനറൽ കൺവീനർ ഡോക്ടർ AC ജോസ് പറഞ്ഞു. നാടകോത്സവ് 2020 കൊടകര ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, തോമസ് ഫ്രാങ്ക്ലിൻ, ഏകലവ്യ സമിതി സെക്രട്ടറി TG അജോ തുടങ്ങിയവർ സംസാരിച്ചു. അതോടൊപ്പം തന്നെ CPM പാലുവായ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചടയൻ ഗോവിന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CV സുരേഷ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി MA ഷാജി, KS ബിജു എന്നിവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. വാടാനപ്പള്ളി ഏഴാംകല്ലിൽ വീടിനുള്ളിൽ പണം വെച്ച് ചീട്ടുകളിച്ച 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഴാംകല്ല് ചാളിപ്പാട്ട് വീട്ടിൽ സുനേഷ്, ബിജോയ്, കണ്ടശാംകടവ് മാമ്പുള്ളി വീട്ടിൽ ബിജിത്ത്, തൃത്തല്ലൂർ സ്വദേശികളായ രാധാകൃഷ്ണൻ, സന്തോഷ്, അഷ്റഫ്, ബഷീർ, ഏങ്ങണ്ടിയൂർ നന്ദിലത്ത് വേണു എന്നിവരെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 82,670 രൂപയും പിടിച്ചെടുത്തു. ബാലഗോകുലം ബാലസംസ്കാര കേന്ദ്രത്തിന്റെ 29ാമത് ജന്മാഷ്ടമി പുരസ്കാര സമർപ്പണം തൃശൂരിൽ നടന്നു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി സാഹിത്യകാരൻ C രാധാകൃഷ്ണന് പുരസ്കാരം സമ്മാനിച്ചു. ഭഗവത്ഗീതയെക്കുറിച്ച് സംസാരിച്ചാലും ജന്മാഷ്ടമി പുരസ്കാര വിതരണം നടത്തിയാലും സംഘി എന്ന് ചാർത്തിത്തരുന്ന കാലമാണിതെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. വിവേകാനന്ദ വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ M ലക്ഷ്മികുമാരി അധ്യക്ഷത വഹിച്ചു. സ്വാമി ചിദാനന്ദപുരി, സാഹിത്യകാരൻ ഡോക്ടർ PV കൃഷ്ണൻ നായർ, ബാലസംസ്കാര കേന്ദ്രം ചെയർമാൻ PK വിജയരാഘവൻ, സെക്രട്ടറി MP സുബ്രഹ്മണ്യ ശർമ്മ, ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ R പ്രസന്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ എഴുത്തുകാരായിട്ടോ ശാസ്ത്രം പഠിച്ചവരായിട്ടോ ഒന്നുമല്ല ഞങ്ങൾ സഹോദരന്മാരെ പോലെയാണ്. ജന്മാഷ്ടമി എന്ന് കേൾക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ആദ്യം ഓർമ്മ വരുന്നത്. നമുക്ക് ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പനാണ്. നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രം രോഹിണിയാണ്. ഞാനും ഒരു രോഹിണിക്കാരനാണ്. ഈ രോഹിണി നക്ഷത്രത്തോട് ചേർന്ന് തിഥി അഷ്ടമി വന്നപ്പോഴാണ് ശ്രീകൃഷ്ണൻ പൂജാതനായതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തിരുവല്വാമല ഗ്രാമീണ വായനശാലയുടെ 77ാം വാർഷികാഘോഷം സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KP ഉമാശങ്കർ അധ്യക്ഷനായി. തിരുവല്വാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ മുഖ്യാതിഥിയായി. ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി M രാജേഷ്, പഞ്ചായത്ത് അംഗം സ്മിത സുകുമാരൻ, ബാബു പരശുറാം, ഗിരീഷ് രാധാകൃഷ്ണൻ, ഹരിപ്രസാദ് N രാംകുമാർ, K ജയപ്രകാശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വായനശാലകൾ ഒരു
മാള ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതി സംഘടിപ്പിച്ച അധ്യാപക ദിനാഘോഷം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മാള പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നബീസത്ത് ജലീൽ അധ്യക്ഷയായി. ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ T. ഷൈല സമ്മാന വിതരണം നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ്, വാർഡ് മെമ്പർ നിത ജോഷി, മാള BPC ഡോക്ടർ P. ലിജു, പ്രിൻസിപ്പാൾ ഫോറം കൺവീനർ TJ ലെയ്സൺ എന്നിവർ സംസാരിച്ചു. നമ്മുടെ സമ്മർദ്ദങ്ങളും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടാതെ പോരാൻ ആഗ്രഹിക്കപ്പെടുന്നത്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ മാനസിക ഉല്ലാസത്തിനായി തൂവൽ സ്പർശം എന്ന പേരിൽ കല്ലുംപുറം വിദ്യാ റെസിഡൻസിയിൽ കലാമേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CA ഫൗസിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, ജയൻ പുളയ്ക്കൽ എന്നിവർ സംസാരിച്ചു. എളവള്ളി യൂത്ത് ചേംബർ സംഘടിപ്പിച്ച 2 ആഴ്ചയോളം നീണ്ടുനിന്ന ഗ്രാമോത്സവത്തിന് സമാപനം. സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ നിരവധി നാടൻ കലാരൂപങ്ങൾ അണിനിരന്നു. സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ ACP C. പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് TN ലെനിൻ അധ്യക്ഷത വഹിച്ചു. സർഫാസ് മുഹമ്മദ്, AS അഭിജിത്ത്, ബാജി കുറുമ്പൂർ, PP നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻപീടിക മുറ്റിച്ചൂർ റോഡിൽ മാത്തു തോടിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായിട്ടും ചോർച്ച ശാശ്വതമായി പരിഹരിക്കാതെ അധികൃതർ. ശുദ്ധജലത്തിന്റെ കുത്തൊഴുക്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് ഇടിഞ്ഞു താഴ്ന്നു. റോഡിൽ വലിയ കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. രാത്രിയിൽ കടന്നുപോകുന്ന വാഹനങ്ങൾ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നതായും നാട്ടുകാർ പറഞ്ഞു. 1 വർഷത്തോളമായിട്ട് മാത്തൂത്തോടിന് പരിസരത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ട് വൻതോതിൽ ജലം നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റോഡ് ഇടിഞ്ഞു താഴുകയും ഒപ്പം തന്നെ വെള്ളം വളരെയധികം പോകുന്നത് തീരെ അറിയണില്ല. എന്താണെന്ന് വെച്ചാൽ തോട്ടിലേക്കാണ് വെള്ളം ഒഴുകുന്നത്. അതുകൊണ്ട് തീരെ ശ്രദ്ധിക്കപ്പെടാണ്ട് പോകുന്നുണ്ട്. നിരവധി തവണ പരാതികൾ കൊടുത്തിട്ട് ഇതേവരെ വാട്ടർ അതോറിറ്റി അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മനക്കൊടി വെളുത്തൂർ അകമ്പാടത്ത് നടിയിൽ ഉത്സവം സംഘടിപ്പിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം K. രാഗേഷ്, പ്രഭാകരൻ പനമുക്കത്ത്, നരേന്ദ്രൻ പാട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ തിരൂർ സ്വദേശി CA ഫ്രാൻസിസിന് ആഗോള സംഘടനയായ ആപ്കോസ് ഇന്റർനാഷണലിന്റെ അംഗീകാരം. വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാണ് അംഗീകാരം. അങ്കമാലിയിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് പുരസ്കാരം സ്വീകരിച്ചു. വഴിയിൽ നിന്ന് കിട്ടിയ നോട്ടുകെട്ട് ഉടമയെ കണ്ടെത്തി നൽകി പഞ്ചായത്ത് അംഗങ്ങൾ മാതൃകയായി. അളഗപ്പ നഗർ പഞ്ചായത്ത് അംഗങ്ങളായ ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് ഫ്രാൻസിസ് എന്നിവർക്കാണ് 20,000 രൂപയടങ്ങുന്ന നോട്ടുകെട്ട് റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയത്. 500 രൂപയുടെ 40 നോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഞായറാഴ്ച രാത്രി നടന്നു പോവുകയായിരുന്ന മെമ്പർമാർക്ക് കല്ലൂർ റോഡിൽ നിന്നാണ് പണം കളഞ്ഞു കിട്ടിയത്. റോഡിൽ നിന്ന് പണം ലഭിച്ച വിവരം ഇവർ വാർഡുകളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അറിയിച്ചിരുന്നു. തുടർന്ന് പണം പുതുക്കാട് പോലീസിൽ ഏൽപ്പിച്ചു. ആമ്പല്ലൂർ സ്വദേശിയായ ടിറ്റോയുടേതായിരുന്നു നഷ്ടപ്പെട്ട പണം. ബൈക്കിൽ പോകുന്നതിനിടെ ടിറ്റോയുടെ പോക്കറ്റിൽ നിന്ന് പണം നഷ്ടപ്പെടുകയായിരുന്നു. പുതുക്കാട് SHO ആദം ഖാന്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ പണം കൈമാറി. ചാലക്കുടി പരിയാരം റോഡിലെ എലിഞ്ഞിപ്രയിൽ തകർന്നു കിടക്കുന്ന ബസ് ഷെൽട്ടർ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ജയൻ ജോസഫ് പട്ടത്ത് ഒറ്റയാൾ നിൽപ്പ് സമരം നടത്തി. പഞ്ചായത്ത് അധികൃതർക്കും MLAയ്ക്കും നിവേദനം നൽകിയെങ്കിലും പരിഹാരം ഇല്ലാതായപ്പോഴാണ് വേറിട്ട സമരം നടത്തേണ്ടി വന്നത് എന്ന് ജയൻ ജോസഫ് പറഞ്ഞു. കുന്നത്തങ്ങാടി അരിമ്പൂർ GUPS സ്കൂളിലെ 2004 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് സ്കൂൾ പുനർനിർമ്മാണത്തിനായി സംഭാവന നൽകി. ബാച്ചിലെ വിദ്യാർത്ഥികളായ ജോസ്മി ജോസ്, CP പ്രജിത്ത് തുടങ്ങിയ വിദ്യാർത്ഥികൾ ചേർന്ന് നഴ്സറി ടീച്ചർ അന്നമ്മയുടെ സാന്നിധ്യത്തിൽ സംഭാവന കൈമാറി. ഏനാമാക്കൽ സെയിന്റ് ജോസഫ് ഹൈസ്കൂളിലെ 1999 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം നടന്നു. മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങൾ, കലാപരിപാടികൾ, കലാസദന്റെ ഗാനമേള എന്നിവയും ഉണ്ടായിരുന്നു. KM പ്രമോദ്, PS സുബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒപ്പം ചേർക്കുന്നു. സംഗമം ഉദ്ഘാടനം
സമയത്ത് നാലും കുട്ടുമുറുക്കി നടക്കണതാരാണ് ആരാണ് ഞാനെല്ലാം വരുന്നല്ല തേരകണക ഹരേ കൃഷ്ണ ഹരേ കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും ടിങ്കറിംഗ് ലാബിന്റെ ഉദ്ഘാടനവും നടത്തി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, പഞ്ചായത്ത് അംഗം PK സുകന്യ തുടങ്ങിയവർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രിൻസിപ്പാൾ EG സജിമോൻ, NC പ്രശാന്ത്, ആരോൺ P ലൈജു, KP ഷാജി, AP സിജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ M സുധീറിനെ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ വിദ്യാലയത്തിലെത്തി അനുമോദിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജുവും പങ്കെടുത്തു. PTA പ്രസിഡന്റ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിലും ആദരണ ചടങ്ങ് സംഘടിപ്പിച്ചു. NV ബിജു, സുധീഷ് തുടങ്ങിയവർ സന്നിഹിതരായി. കയ്പമംഗലം ശ്രീനാരായണ സൗഹൃദ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഓണ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. കാളമുറി നോബിൾ പാലസിൽ നടന്ന സംഗമത്തിൽ സമാജം പ്രസിഡന്റ് KK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, സൗഹൃദ സമാജം സെക്രട്ടറി PV സുദീപ് കുമാർ, ജലീൽ മൗലവി, മുഹമ്മദ് ചാമക്കാല, CJ പോൾസൺ, റാസിഖ് വഞ്ചിപ്പുര, ഉസ്മാൻ കാളമുറി തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. പിന്നെ ദൈവത്തിന്റെ എന്റെ ആവശ്യങ്ങൾ എന്താണോ അത് എന്നോട് തന്നെ. ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് ഓണാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർമാൻ ഗിൽബർട്ട് പാറമേൽ, സോൺ ചെയർമാൻ രാജേഷ് ജാക്ക്, ക്ലബ്ബ് സെക്രട്ടറി OT സൈമൺ, ട്രഷറർ KB ഷൈജു, പ്രോഗ്രാം കൺവീനർ CD ജോൺസൺ, അന്ന ഷേർലി തുടങ്ങിയവർ സംസാരിച്ചു. പൊതുപ്രവർത്തകൻ ആൻഡു ചെമ്മിഞ്ചേരി ചികിത്സാ സഹായം തേടുന്നു. ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് വഴിയില്ലാതെ വിഷമിക്കുന്ന മറ്റത്തൂരിലെ സാമൂഹിക പ്രവർത്തകൻ ആൻഡു ചെമ്മിഞ്ചേരിയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. രോഗബാധിതനായ ഇദ്ദേഹത്തിന് ഹൃദയവാൽവ് ശസ്ത്രക്രിയയാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. 8 ലക്ഷത്തോളം രൂപ ഇതിനായി വേണ്ടിവരും. സാമ്പത്തികമായി ഏറെ വിഷമിക്കുന്ന ആൻഡുവിന്റെ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ തുക സ്വരൂപിക്കുന്നതിനായി നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വരന്തരപ്പിള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് EA ഓമന എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള ഗ്രാമീൺ ബാങ്കിന്റെ കോടാലിയുള്ള മറ്റത്തൂർ ശാഖയിൽ തുറന്നിട്ടിട്ടുള്ള അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, കൊടകര. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,110 രൂപ, പവന് 80,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധം. അജണ്ടകൾ ചർച്ച ചെയ്യാതെ യോഗം പിരിച്ചുവിട്ടു. വടക്കാഞ്ചേരി ചേപ്പലക്കാട് ഭാഗത്ത് കാട്ടാനക്കൂട്ടമിറങ്ങി. കൃഷി തുടരാനാകാത്ത അവസ്ഥയെന്ന് കർഷകർ. RRT ടീമിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നും ആരോപണം. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ സർവീസ് റോഡ് ഇടിഞ്ഞു. കോതപറമ്പ് സെന്ററിന് സമീപമാണ് റോഡ് നെടുകെ പിളർന്നത്. സുരക്ഷിത യാത്ര ഉറപ്പാക്കണമെന്ന് യാത്രക്കാർ.
തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലെ ജീവനക്കാർക്ക് അമിത ജോലി ഭാരമെന്ന് പരാതി. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാതെ അധികൃതർ. ജീവനക്കാർക്ക് ഓണം ബോണസ് ലഭിച്ചില്ലെന്നും ആക്ഷേപം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.